നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടം ഇന്ന് നടക്കുകയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ മുഖ്യമായും എതിരിടുന്നത് LDF മുന്നണിയും UDF മുന്നണിയും. BJPയും ശക്തമായ മത്സരം പല സ്ഥലങ്ങളിലും കാഴ്ചവെക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള എടുത്തുയർത്തി ഇന്ന് രമേശ് ചെന്നിത്തല LDFനെതിരെ ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രിയെ നേർക്കുനേർ വെല്ലുവിളിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങി. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച മുൻകൂർ ജാമ്യം ആയുധമാക്കുകയാണ് മറുവശത്ത് കോൺഗ്രസ്. പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പിണറായിക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. മാങ്കൂട്ടം എന്ന ഒരൊറ്റ ആയുധം ഉപയോഗിച്ച് പിണറായി UDFനെ ആക്രമിക്കുന്നു. ഇരയായ ആളുകൾ പങ്കുവച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെ കൊന്നു തള്ളുമെന്ന ഭീഷണിയാണ് ഇരയ്ക്കെതിരെ ഇവിടെ വേട്ടക്കാർ ഉപയോഗിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി. ഇനിയും അറപ്പുളവാക്കുന്ന പരാതികളുണ്ടാവും എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം പരാതിയെക്കുറിച്ചാണോ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ സംശയം പങ്കുവയ്ക്കുന്നു. സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ പറഞ്ഞത് UDFന്റെ നിലപാടാണ്. പിണറായി പഞ്ചായത്തിലെ കാട്ടിലപ്പേടിക ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല പിണറായി വിജയനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. പിണറായി ഇന്ന് പറഞ്ഞത് ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു. ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഇത്ര കൃത്യതയോടെ നടപടികൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. എന്നാൽ ജയിലഴിക്കുള്ളിൽ കിടക്കുന്നത് CPM നേതാക്കളാണ് എന്ന കാര്യം മുഖ്യമന്ത്രി ബോധപൂർവം മറന്നിരിക്കുന്നു. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ട്രാപ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഇന്നും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ആയുധം. മറുവശത്ത് 2ാം പരാതിയെടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ KPCC അധ്യക്ഷൻ കയ്യും കാലും വിട്ടടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. കോൺഗ്രസിനിത് എന്തിൻ്റെ കേടായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമൊക്കെ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിലും എടുത്തു പറയുന്നു, കോൺഗ്രസ് പ്രസിഡന്റാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയത്. എന്തിനാണ് കോൺഗ്രസ് പ്രസിഡന്റിന് ഇത്തരമൊരു പരാതിക്കാരി നൽകിയത് എന്ന് കോടതി പോലും ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൃത്യമാണ്. പോലീസിന് പരാതി നൽകിയത് KPCC അധ്യക്ഷനല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഉത്തരം മുട്ടിപ്പോകും കോൺഗ്രസ് നേതാക്കൾക്ക്. സംഗതി വാസ്തവമല്ലേ? യഥാർത്ഥ വസ്തുതകൾ ഭീഷണിയെ തുടർന്ന് യുവതികൾ പറയാൻ മടിക്കുന്നു. ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിക്കുമ്പോൾ അവരെ കൊന്നു തള്ളുമെന്ന ഭീഷണിയാണ് മറുവിഭാഗം ഉയർത്തുന്നത്. ഇപ്പോൾ പുറത്തു വന്നതിനേക്കാൾ അറപ്പുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാം എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് രാഹുലിനെതിരെയുള്ള 3ാം പരാതിയുടെ സൂചനയെന്നാണ് സമൂഹ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഇതോടെ നേർക്കുനേർ നിൽക്കുകയല്ലാതെ ഇനി കോൺഗ്രസിനും UDFനും മറ്റു മാർഗമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCCക്ക് ലഭിച്ച പരാതി ആസൂത്രിതമായിരുന്നുവെന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വിശദീകരണം. ഈ പരാതിയിൽ നിങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഊരും പേരുമില്ലാത്ത ഒരു പരാതി കൈമാറിയത്? അതും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ. ആ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ആ പരാതി എന്തിനാണ് തനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയതെന്നും അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ രാഹുലിന് ആ പരാതിയിന്മേലെടുത്ത FIRൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് സണ്ണി ജോസഫിൻ്റെ ഈ പ്രതികരണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുവരെ സണ്ണി ജോസഫിൻ്റെ വായിൽ എന്ത് നാക്കില്ലായിരുന്നു. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് സണ്ണി ജോസഫ് പറയുന്നു. നിയമത്തിൻ്റെ വഴിക്ക് മാത്രം വിട്ടാൽ മതിയായിരുന്നു. പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുചെന്ന് ഒരു പരാതി നിങ്ങൾ തള്ളിക്കയറ്റി കൊടുത്തത്? തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല കൊള്ളയാണ് എന്ന് സണ്ണി ജോസഫ് പറയുന്നു. അത് ന്യായം, അത് വസ്തുത. പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന പിന്തുണയെ അദ്ദേഹം പരിഹസിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നാണ് KPCC അധ്യക്ഷൻ ചോദിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ട്, ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശം നടത്തി ആഴ്ചകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആരോപണം ഉയർന്ന പഴയ മന്ത്രിയെ അടക്കം ചോദ്യം ചെയ്തില്ല എന്ന് സണ്ണി ജോസഫ് ചോദിക്കുന്നു.
തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസത്തിലായിരുന്നില്ലല്ലോ സണ്ണി ജോസഫ് ഇതൊക്കെ ചോദിക്കേണ്ടത്. ഇത്രയും ദിവസങ്ങൾ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതൊരു വലിയ പ്രതിഷേധത്തിന് ഉപയോഗിച്ചില്ല? കൂടുതൽ ഉന്നതന്മാർ പ്രതികളായി ഉണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞുവെന്നാണ് സണ്ണി ജോസഫ് ഇന്ന് വിശദീകരിച്ചത്. ജയിലിൽ കിടക്കുന്ന പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു മുൻ മന്ത്രിയുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. ചുരുക്കത്തിൽ ഇന്നത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായ തലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വശത്ത് UDF സ്വർണ്ണക്കൊള്ള ഉയർത്തി LDFിനെതിരെ പിണറായിക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു. മറുവശത്ത് LDFിനും പിണറായിക്കുമൊക്കെ ഒരേ ഒരു ആയുധം മാത്രമേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ പിണറായിയും കൂട്ടരും ഉയർത്തിപ്പിടിക്കുന്നത് രണ്ടാം പരാതിയാണ്. ആ രണ്ടാം പരാതിയാവട്ടെ KPCC അധ്യക്ഷൻ നൽകിയത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജില്ലാ സെഷൻസ് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നതും. എന്തുകൊണ്ടാണ് ഊരും പേരുമില്ലാത്ത രണ്ടാം പരാതി KPCC അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്? ഇതേ സംശയം തന്നെയാണ് വിധിന്യായത്തിൽ തുടങ്ങി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയായ പരാതിക്കാരി എന്തിനാണ് ഈ പരാതി പോലീസിന് നൽകുന്നതിന് പകരം KPCC അധ്യക്ഷന് നൽകിയത്? കോടതിയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ പോലും നിശബ്ദമായി. പരാതി നൽകാൻ 2 വർഷത്തിലധികം സമയമെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ പരാതിയില്ല എന്ന് യുവതി പറയുന്നു. പിന്നീട് പരാതി KPCC അധ്യക്ഷന് നൽകുന്നു. വിചിത്രമായ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി കോടതി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിരീക്ഷണമാണ് ഈ വിധിന്യായത്തിൽ നടത്തിയിരിക്കുന്നത്. രാഹുലിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ പ്രഥമ ദൃഷ്ട്യാ രേഖകളൊന്നുമില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു. സമ്മർദ്ദങ്ങളെ തുടർന്നാണ് പരാതി നൽകിയതെന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും കോടതി വിധിയിലുണ്ട്. ക്രൈംബ്രാഞ്ച് മുൻപ് തന്നെ തന്നോട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെന്ന് യുവതി KPCC പ്രസിഡന്റിന് അയച്ച കത്തിലുണ്ട്. ഇതേറെ സംശയാസ്പദമാണ് എന്ന് കോടതി പറയുന്നു. പോലീസിൽ പരാതി നൽകുന്നതിനെക്കുറിച്ച് യുവതി ആലോചിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് വിവരം ശേഖരിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇതിൽ വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ യുവതിയുടെ പരാതി സമ്മർദ്ദം മൂലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരാതിക്കാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച് നൽകുമ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒട്ടനവധി നിരീക്ഷണങ്ങളും. സ്വകാര്യതയും ഭാവിയും നശിക്കുമെന്ന് ഭയന്നാണ് പരാതി നൽകാതിരുന്നത് എന്നാണ് KPCCക്ക് നൽകിയ കത്തിൽ യുവതി പറയുന്നത്. എന്നാൽ രാഹുൽ തന്നെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചാണ് പരാതി നൽകാതിരുന്നത് എന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. എന്തു വൈരുദ്ധ്യം! ബലാത്സംഗത്തെക്കുറിച്ച് യുവതി പറയുന്നത് അതിക്രൂരമായി ശ്വാസം നിൽക്കുന്ന ഘട്ടത്തിലെത്തിയിട്ടും ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മൃഗീയമായി തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന്. എന്നാൽ അതിനുശേഷവും യുവതിയും രാഹുലും തമ്മിൽ ടെലിഗ്രാമിലും വാട്സാപ്പിലുമൊക്കെ നിരന്തര സമ്പർക്കം തുടർന്നു. ഇരുവരും തമ്മിൽ ധാരാളം ചാറ്റുകളും ശബ്ദരേഖകളും. ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടും എന്തുകൊണ്ടാണ് ആ പ്രതിയുമായി വീണ്ടും ബന്ധം തുടർന്നത് എന്ന കോടതിയുടെ ചോദ്യം. അവിടെയും ഏറെ വൈരുദ്ധ്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന് ഈ അതിക്രൂര ബലാത്സംഗത്തിന് ശേഷവും യുവതി പ്രതീക്ഷിക്കുന്നത് എങ്ങനെ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഉത്തരമുട്ടി നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ. സാഹചര്യങ്ങളും യുവതി പരാതി നൽകാനെടുത്ത കാലതാമസവുമൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുലിന് ജാമ്യം അനുവദിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് LDFിനും പിണറായിക്കുമൊക്കെ ഏക ആയുധം ഇത് രാഹുൽ വിഷയം മാത്രം. അതുകൊണ്ടാണ് ഇനിയും അറപ്പുളവാക്കുന്ന വിഷയങ്ങളും പരാതികളുമൊക്കെ വരാനുണ്ട് എന്ന് പിണറായി ഭയപ്പെടുത്തുന്നതും. ഒരു വശത്ത് LDFിനെതിരെ UDF പ്രചരണമാക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള, മറുവശത്ത് LDF UDFിനെതിരെ ഉപയോഗിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം. ഇരു വിഷയങ്ങളും എടുത്തിട്ട് ആക്രമിക്കുകയാണ് BJP ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കും, അവർ എന്ത് വിധിയെഴുതും? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.